നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പ്രവാസിയുടെ ഭാര്യ വിളിക്കുകയുണ്ടായി. അവരുടെ അനുഭവം അവരെന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരും അവരുടെ ഭർത്താവും ഏകദേശം ഒരു 10-25-30 വർഷത്തോളം ഗൾഫിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് അത്യാവശ്യമൊക്കെ സാമ്പത്തിക ഒരു ഭദ്രമായപ്പോൾ ഇനിയുള്ള ശിഷ്ടകാലം നാട്ടിൽ വന്ന് ജീവിക്കാം എന്ന് കരുതി നാട്ടിലേക്ക് വന്നു. അത്യാവശ്യം നല്ലൊരു വീടും സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയുടെ ആയത് കാരണം താൻ ഗൾഫിൽ ചെയ്ത അതേ ജോലി നാട്ടിലൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് കരുതി ഒരു ചെറിയൊരു സ്ഥാപനവും തൻ്റെ കൂട്ടുകാർക്ക് ഒരു വരുമാനം കൂടെ ആകട്ടെ എന്ന് കരുതി 1-2 കൂട്ടുകാരെ കൂടെ കൂട്ടത്തിൽ കൂട്ടി ഈ സ്ഥാപനം നടത്തിപ്പിക്കൊണ്ടിരുന്നു. അത്യാവശ്യം മിഷനറി സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു. സ്വാഭാവികമായിട്ടും അത്രയും സാധനങ്ങളൊന്നും മേടിക്കാനായിട്ട് അയാളുടെ കയ്യിലെ കാശ് തികഞ്ഞില്ല. കുറച്ചൊക്കെ പൈസ ലോണൊക്കെ എടുത്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1-2 വർഷം വലിയ കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് തന്നെ പോയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഐഡിയ പ്രകാരം വീണ്ടും ഒരല്പം ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി. എന്നാൽ എപ്പോഴോ ഇയാളുടെ കണക്കൂട്ടിലൊക്കെ പാളിപ്പോയി. ഇവരുദ്ദേശിച്ചിരുന്ന വരുമാനം അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരുന്ന ലാഭം ഇതിൽ നിന്നുണ്ടാകാതെ ആകുകയും ഈ വരുമാനം കുറഞ്ഞത് കാരണം ലോണിൻ്റെ പല അടവുകൾ മുടങ്ങുകയും അവസാനം അങ്ങോട്ട് പോകെ ബാങ്ക് ജപ്തിയിലേക്ക് നീങ്ങാൻ ഇടയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ജപ്തിയായിപ്പോയി. അതിൽ നിന്ന് കരകയറാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരെല്ലാം കൈയൊഴിഞ്ഞു. അവരും കൂട്ടത്തിൽ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. കാരണം കുറച്ച് നാളുമായിട്ട് ശമ്പളം പെൻഡിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. യൂണിയൻ ഇടപെട്ടു. കാരണം നാട്ടിലൊരു പണിയില്ലാതിരുന്ന കൂട്ടുകാരെ ഒന്ന് സഹായിക്കാൻ പോയതാണ് അദ്ദേഹം. ഒടുക്കം അയാളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് തുടങ്ങി 1-2 വർഷത്തിനിടയിൽ അദ്ദേഹം പണി കഴിപ്പിച്ച ശിഷ്ടകാലം താമസിക്കാനായിട്ട് പണി കഴിപ്പിച്ച വീട്, അയാൾക്ക് മേടിച്ച കുറച്ച് വസ്തു, അയാളുടെ മേടിച്ച 1-2 വണ്ടികൾ എല്ലാം വിൽക്കാനിട വന്നു. അവസാനം ഈ ഭാര്യയും മക്കളും അയാളും കൂടി ഒരു വാടക വീട്ടിലേക്ക് താമസം മാറുകയും ഏതാണ്ട് 55-60 വയസ്സ് അടുക്കാറായ മനുഷ്യൻ വീണ്ടും ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോയി. ജോലിക്കായിട്ട് പോയത് വലിയൊരു വീട് വെക്കാനല്ല, ഇപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ വാടകയെങ്കിലും കൊടുക്കാം, കുഞ്ഞുങ്ങളുടെ പഠിത്തം തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരു ധാരണയിലാണ്. എന്നാൽ വളരെ ദയനീയമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം കഴിഞ്ഞപ്പം അദ്ദേഹം ഗൾഫിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. വളരെ പ്രായമുണ്ടായിരുന്നു, ശാരീരികമായ അസ്വസ്ഥതകളുണ്ടായിരുന്നു, ജോലികളൊന്നും പഴയ പോലെ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഒരു അവസരത്തിൽ വീണ്ടും ജോലി ചെയ്യാൻ പോയി. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം, വൈകിട്ടൊരു സമയമാകുമ്പോഴാണ് വരുന്നത്. അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ ചതിയും അല്ലെ കൂട്ടുകാരുടെ മാനസികമായ പെരുമാറ്റ രീതി മാറിയതൊക്കെ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി കാണും. എന്തായാലും 1-2 മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഗൾഫിൽ അധികം നാളൊന്നും ജോലി ചെയ്തില്ല. തിരിച്ചു വന്ന് കുറച്ച് നാൾക്കുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി. എന്നോട് ആ സ്ത്രീ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിൽ വന്ന് ജോലി ചെയ്യുന്ന കുറേ കാശുണ്ടായി കഴിയുമ്പം പലർക്കും തോന്നുന്നൊരു ആഗ്രഹമാണ് സ്വന്തം നാട്ടിൽ വന്ന് ശിഷ്ടജീവിതം ജീവിക്കണം, നാട്ടുകാർക്ക് ഒക്കെ ഒരു സഹായമാവത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു സ്ഥാപനം തുടങ്ങണമെന്ന്. അവർ പറഞ്ഞു പലപ്പോഴും നമ്മുടെ അടുത്ത് വന്ന് കൂടുന്ന ആൾക്കാർ ഇതെങ്ങനെ നശിപ്പിക്കണമെന്നുള്ള ധാരണയിലാണ് വരുന്നത്. അപ്പം കാശുള്ളവൻ അതുപോലെ കാശുള്ളവനെ വന്ന് തുടങ്ങാവൂ, അല്ലാതെ ചെറിയൊരു കാശിൽ തുടങ്ങി ബാക്കി കുറേ കാശ് ലോൺ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒന്നും നിലനിൽക്കത്തില്ല. രാഷ്ട്രീയപരമായിട്ടും മതപരമായ രീതിയിലാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് യാതൊരുമായ സപ്പോർട്ടും കിട്ടുകയില്ല. നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കത്തേ ഉള്ളൂ എന്ന്. ഇദ്ദേഹത്തിനെ പോലെ തന്നെ പല രീതിയിൽ ഇതേ പ്രശ്നത്തിൽ പല പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രവാസികളുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഒരു പക്ഷേ ശരിയായിരിക്കാം. ഞാനും പലപ്പോഴായിട്ടും പല ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങൾ. അവർ പറഞ്ഞൊരു അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമുക്ക് പറ്റുമെങ്കിൽ ആളുകളെ സഹായിക്കുക. പക്ഷേ ഇങ്ങനെ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾക്കതൊരു വലിയൊരു ബാധ്യതയായിട്ടും ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. താങ്ക് യു.